ഹലോ, ഹാപ്പി അത്തം. അപ്പോൾ പാല് തിളപ്പിച്ച് എല്ലാം ശുഭമായിട്ട് തുടങ്ങാം കേട്ടോ വീഡിയോ. അപ്പോൾ അത് അത്തത്തിൻ്റെ തലേ ദിവസം ഈവനിങ് തൊട്ടിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലീനിങ്ങും അതൊക്കെ ആയിരിക്കും തലേദിവസം വൈകുന്നേരം പണി. അങ്ങനെ എനിക്ക് കുറച്ച് ക്ലീനിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ പണിയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ണി അപ്പോൾ എണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് അവന് പാൽ അതൊക്കെ കൊടുത്ത് ഇനി നമുക്ക് പൂവിടാൻ വേണ്ടിയിട്ടുള്ള തറയൊക്കെ ഒന്ന് സെറ്റാക്കണം. അതിന് മുമ്പേ ഉണ്ണിക്ക് സ്നാക്സ് അതൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെന്തെങ്കിലും പണിക്ക് പോയാൽ നമ്മളുടെ പിന്നാലെ വരുമല്ലോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ണി ഇതാ ചെറിയ കൈക്കോട്ടൊക്കെ എടുത്തിട്ട് ഞാൻ എടുത്തപ്പോൾ എൻ്റെ പിന്നാലെ അതൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം. അപ്പോൾ എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ പിന്നാലെ ഉണ്ണിയുണ്ട്. അങ്ങനെ ഞങ്ങൾ മണ്ണൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. ഇനി തറയൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണൊക്കെ എടുത്തിട്ട് വന്നു. ഞങ്ങൾ ഇവിടെ ഈ പുതിയ വീട്ടിൽ ആദ്യമായിട്ട് തോന്നുന്നു കേട്ടോ തറയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ പൂവിടുന്നത്. പക്ഷേ തറവാട്ടിലൊക്കെ ആകുമ്പോൾ എപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പം ഈ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇടയ്ക്കൊന്നും ഉണ്ടാവാറുമില്ല ഓണം. എല്ലാ വർഷമൊന്നും ഓണം ഉണ്ടാവാറില്ല. മരണം അത് ഇതൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലൊക്കെയാണ് ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഓണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തറയൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാ ഉണ്ണി ഇതാ പിന്നാലെ നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വെറുതെ ഡിസ്റ്റർബ് ചെയ്യാണ് എന്നെ. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ചവിട്ടി കണ്ടോ, ചവിട്ടി അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുകയാണ്. എനിക്കിങ്ങനെ ചിരിയും വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ദേഷ്യം വരുന്നുണ്ട്. അവൻ വെറുതെ ഓരോന്ന് ചെയ്യാണ്. പിന്നെ എന്നെ വന്നിട്ട് ഇങ്ങനെ സോപ്പ് ഇടുന്നുണ്ട്. ആയി അമ്മ നല്ല വൃത്തിയിൽ ചെയ്തു, നല്ല ഭംഗിയായി ചെയ്യുന്നു, ഞാൻ ചവിട്ടട്ടെ ഇനി അതിൽ ചോദിച്ചിട്ട് വെറുതെ ചവിട്ടി നടക്കുകയാണ് അത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. അവനിതൊന്നും അറിയില്ലല്ലോ, പൂവിടാൻ വേണ്ടിയിട്ടാണെന്ന് അവനത്ര ഓർമ്മയൊന്നും ഇല്ല കഴിഞ്ഞ വർഷം ഇട്ടതൊന്നും. അപ്പം വെറുതെ ചവിട്ടിയിട്ട് ഓരോന്ന് ചെയ്യണുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ശരിയാക്കി ചെയ്യുക, അവനത് ചവിട്ടിയൊക്കെ ഷേപ്പ് കളയുക, അങ്ങനെ റൗണ്ടൊക്കെ ഷേപ്പ് കളയുകയാണ്. പട്ടായില്ലേ തൊടണ്ട. അങ്ങനെ പാല് കൊണ്ടിട്ട് മാമ ചാണകമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് തേച്ച് നല്ല ഭംഗിയാക്കി. ഉണ്ണിക്കാണിച്ചത് നശിപ്പിക്കാണ്ട് ഒരു സമാധാനം ഇല്ല. ഞാൻ തൊട്ട് നോക്കട്ടെ, ചവിട്ടി നോക്കട്ടെ, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളുടെ തറയൊക്കെ സെറ്റാക്കി ചാണകമൊക്കെ എല്ലാവിടെയും ആക്കി. ഇങ്ങനെ കട്ട വിരിച്ചത് കൊണ്ട് ഇങ്ങനെ ചാണകമൊന്നും അങ്ങനെ മെഴുകാൻ പറ്റിയില്ല വീട്ടിൽ ഫുള്ള്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇടുന്നത്. ഇടയ്ക്ക് ഓണുണ്ടാവും, ഇടയ്ക്ക് ഓണുണ്ടാവില്ല. അപ്പോൾ ഇതുവരെ കുറേ കഴിഞ്ഞ വർഷമൊന്നും ഇട്ടിട്ടില്ല തോന്നുന്നു, പൂവ് ഇട്ടിട്ടില്ല. അപ്പോൾ ഈ വർഷം തറയൊക്കെ ഞാൻ കെട്ടി. അങ്ങനെ പൂവ് നാളെ തൊട്ട് ഇട്ട് തുടങ്ങണം കേട്ടോ. ചാണകമൊക്കെ ഉണ്ടായിരുന്നു, പാല് കൊണ്ടുവരണ മാമ ചാണകം കൊണ്ടുവന്നു. അപ്പോൾ ചാണകമൊക്കെ മെഴുകി തറയൊക്കെ കെട്ടി ഞാനും ഉണ്ണിയും കൂടിയിട്ടാണ് കേട്ടോ ചെയ്തത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ണി ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിയുടെ വലിയച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പാലട പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇരുന്നിട്ട് കുടിച്ചു കേട്ടോ. അങ്ങനെ അത്തത്തിൻ്റെ അന്ന് തന്നെ പായസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയിട്ട് അത് വെച്ച് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കണോ എല്ലാ ദിവസവും പായസം ഉണ്ടാക്കണം, അന്ന് പറ്റുകയെന്ന് 10 ദിവസം പായസം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കിടക്കണ ടൈമിൽ ഉണ്ണി ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. കരിങ്കാളിയെല്ലാം അതിലിങ്ങനെ ചിരിച്ചിട്ടും ഇങ്ങനെ 2 ഫേസസ് ആക്കിയിട്ട് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ അവൻ കണ്ണാടി നോക്കിയിട്ട്. എല്ലാ കുട്ടികളും ഇപ്പോൾ ആവേശം ഫാനാണല്ലോ. അപ്പോൾ ഇവ ഇത്ര ചെറുപ്പത്തിലേ അതിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ അതിങ്ങനെ കളിക്കുകയാണ് കേട്ടോ അവൻ. അപ്പോൾ ഇനി ഇത് അത്തത്തിൻ്റെ അന്ന് രാവിലെ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ രാജകിരീടം പറഞ്ഞ പൂവാണ്. പിന്നെ അങ്ങനെ ഫസ്റ്റ് ദിവസം പൂവൊക്കെ ഇട്ടു. അപ്പോൾ ഉണ്ണി ഉറങ്ങി എണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉണ്ണി ഇത് കണ്ടപ്പോൾ അവനാകെ സർപ്രൈസായി. അമ്മ ഇന്നലെ പറഞ്ഞില്ലേ പൂവിടണം പറഞ്ഞില്ലേ? പൂവിട്ടതാണ് അമ്മേ. ചവിട്ട് ഭംഗിയുണ്ടോ? ചെപ്പം വരും. ഹാപ്പി അത്തം, ഹാപ്പി അത്തം. ഇന്ന് അമ്മമ്മയുടെ ബർത്ത്ഡേ അല്ല ഉണ്ണിയുടെ. അമ്മയ്ക്കൊരു ഉമ്മ തരൂ. ചെപ്പം വരും, അച്ഛൻ ചമ്പലത്ത് പോയിക്കും.
കാറിൽ നമുക്ക് അമ്മമ്മേനെ വിളിക്കാം, ഹാപ്പി ബർത്ത്ഡേ പറയാം. അമ്മമ്മ പോയില്ലേ, അമ്മമ്മേനെ വിളിക്കാം. ഞങ്ങൾക്ക് 2 സ്പെഷ്യാലിറ്റി ഉണ്ട്. അത്തുവാണ്, പിന്നെ ഞങ്ങൾക്ക് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ. അപ്പം അത് ഉണ്ണിയായിട്ട് തന്നെ സർപ്രൈസ് പൊളിച്ചു. ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് പോകാണ്ടായിരുന്നു, അങ്ങനെ പോയി വന്നു. പിന്നെ ദാ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തു കേട്ടോ, ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ബർത്ത്ഡേക്ക് ഞങ്ങൾ പ്ലം കേക്കാണ് കേട്ടോ കട്ട് ചെയ്യുക, കാരണം അവർക്ക് അതാണ് ഇഷ്ടം. പിന്നെ ഞങ്ങളുടേതിന് മാത്രമേ ക്രീം കേക്കൊക്കെ കട്ട് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ വൈകുന്നേരം ചായയും സമൂസയൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ അത്തം ദിവസത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം പായസം കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് 10 ദിവസവും പായസം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എന്നും ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.